ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം മക്കയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇന്ന് കണ്ടാലോ. സൗദിയിൽ മക്കത്താണ് ഹസ്ബൻഡിന് ജോലി. ഞങ്ങൾ നുസ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഹവാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അവിടെയാണ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഷൂട്ട് ചെയ്തായിരുന്നു. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ ജിദ്ദ, റിയാദ്, ദമം അതൊക്കെ പോലെ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. ഫുള്ളിങ്ങനെ പാറക്കെട്ടുകളുള്ള മലകളൊക്കെ ഫുൾ തിങ്ങി നിന്നിട്ടുള്ളൊരു സ്ഥലം. പിന്നെ മക്ക എന്ന് പറയുന്നത് ഒരു ഹോളി പ്ലേസ് ആണല്ലോ. അപ്പം അതിൻ്റെ ഒരു പവിത്രതയും ആ ഒരു പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കൊണ്ടുകൊണ്ട് ഈ മക്ക ഇങ്ങനെ നിൽക്കട്ടെ, അധികം ടൂറിസ്റ്റ് കേന്ദ്രം ഒന്നും പോലെ ആവാണ്ട് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴല്ലേ നമുക്ക് അതിനോടൊരു വല്ലാത്തൊരു മുഹബത്തൊക്കെ തോന്നുള്ളൂ. ആ ഒരു എന്താ പറയുക, വിശ്വാസത്തിൻ്റെതായ ഒരു മുഹബത്തുണ്ടല്ലോ, അതൊക്കെ തോന്നുള്ളൂ. പിന്നെ കുറേ ഭാഗം ഹറമിനോട് ചേർന്നിട്ടുള്ള ബിൽഡിങ്ങൊക്കെ പൊളിച്ച് കളഞ്ഞതാണ്. ഹറമ് വിശാലാക്കേണ്ടതുകൊണ്ട് ഒക്കെ പൊളിച്ചിട്ടിട്ടൊക്കെയാണ് ഉള്ളത് കുറേയൊക്കെ. ഞങ്ങൾ നിൽക്കുന്നത് മക്കയുടെ ബൗണ്ടറിക്കുള്ളിൽ, അതായത് ഹറം ബൗണ്ടറി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ ഇടയിലൊക്കെ ഈ ക്ലോക്ക് ടവർ കാണാൻ പറ്റും. ഒരു 15 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എവിടെ നിന്ന് നിൽക്കണമെങ്കിൽ നമുക്ക് ഈ ക്ലോക്ക് ടവർ കാണാൻ പറ്റും. പകൽ വ്യൂവും നല്ല രസമാണ് കാണാൻ, അതുപോലെ തന്നെ നൈറ്റ് വ്യൂവും നല്ല രസം തന്നെയാണ് കാണാൻ. പക്ഷെ കുറച്ചുകൂടി നമുക്ക് ഈ ലൈറ്റൊക്കെ, ഈ ബിൽഡിങ്സ് ഒക്കെ അടുത്തടുത്തായതുകൊണ്ട് ഈ ലൈറ്റ് ഒക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് കുറച്ചുകൂടി ഭംഗി കിട്ടുക നൈറ്റ് വ്യൂ ആണ്. ഇന്ന് മക്കൾക്ക് വന്ന മാറ്റം ആലോചിക്കുമ്പം പണ്ട് ഇബ്രാഹിം നബീൻ്റെ കാലത്ത് ഇവിടെയൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഹസ്ബൻഡ് ഇങ്ങനെ അറിയും, ഇവിടെ ഇപ്പോൾ ഇത്ര മലകൾ ഇങ്ങനെ മലകൾക്കിടയിൽ ഇങ്ങനെ ബിൽഡിങ്ങും റോഡുകളൊക്കെ വന്നിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു റോഡോ ഇങ്ങനത്തെ ഒന്നുമില്ലേ, മലകൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് ആരും താമസിക്കുക പോലും ചെയ്യാത്ത സ്ഥലത്താണല്ലോ ഹാജറ ബീവീനെ ഒരു കൈക്കുഞ്ഞിനുമായിട്ട് കൊണ്ടാക്കിയത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഉള്ളിലിങ്ങനെ ഭയങ്കര ഒരു ഫീല് വരും ഇതൊക്കെ കാണുന്ന സമയത്ത്. അതൊക്കെ പഠിച്ചവൻ്റെ വിധി, അല്ലെങ്കിൽ പഠിച്ചവൻ ആ സമയത്ത് അവർക്കൊക്കെ അത്രയും ധൈര്യം കൊടുത്തിട്ടുണ്ടാവണം. അത് നമുക്കൊന്നും ഇപ്പം അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റൂല. നമ്മൾ ഒറ്റയ്ക്ക് ഒരു കുഞ്ഞിനെ എടുത്ത് ഇത്രയും വിജനമായ ഒരു സ്ഥലത്ത് നിൽക്കുക എന്നുള്ളത് നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരിതാണ്. അവരുടെ ഉള്ളിലൊക്കെ ഈമാന് അത്രയും കടുപ്പുള്ളതായിരിക്കും. ഇവരൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് പണ്ടത്തെ ചരിത്രമൊക്കെയാണ് കൂടുതൽ നമ്മളെ മനസ്സിലേക്ക് കടന്നു വരിക. അങ്ങനെ അവിടെ ചെന്ന് അവിടുത്തെ അവിടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ളത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ രാത്രിയായി. രാത്രി ഞങ്ങൾ നേരെ ഞങ്ങളെ റൂമിൻ്റെ മേലെ ഒരു മലയുണ്ട്. അപ്പോൾ ആ മല ഒന്ന് കയറി നൈറ്റ് വ്യൂ ഒക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ മലേൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അത് റൂമിൻ്റെ തൊട്ട് മേലെയുള്ള മല തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. അവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ, ഓരോ മലകളുടെ മേലെയൊക്കെയാണ് ഇവർ ബിൽഡിംഗ് ഒക്കെ കെട്ടിയിട്ടുള്ളത്. അപ്പം നോക്കുന്നിടത്തൊക്കെ മലയുമായിരിക്കും, ഫുള്ള് ബിൽഡിങ്ങുകളായിരിക്കും കൂടുതലും ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾ പോയി മലേൻ്റെ മുകളിലെത്തി. മലേൻ്റെ മുകളിലെ വ്യൂ ആണ് ആ കാണുന്നത്. ക്ലോക്ക് ടവറും പിന്നെ അതുപോലെ ഹറമിൻ്റെ ചുറ്റിലുള്ള ആ തൂണുകളുണ്ടല്ലോ, ഉംറ ചെയ്യാൻ വന്ന ആൾക്കാർക്കറിയാം കഅബേൻ്റെ ചുറ്റുമുള്ള തൂണുകൾ. അതൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അതൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ ഭയങ്കര ഒരു സമാധാനവും ഒരു എന്താ പറയുക, ഭയങ്കര ഒരു നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഫീൽ അതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത്. നമുക്ക് ഉള്ളിലുള്ള ചില ഇമോഷൻസ് നമുക്ക് പുറത്ത് പറഞ്ഞു തരാൻ പറ്റാത്തുണ്ടാവില്ല, അങ്ങനത്തെ പോലത്തെ ഒരു എന്താ പറയുക ഫീലാണ് അതൊക്കെ. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് താഴെ റൂമിലേക്ക് പോയി. ഞങ്ങളിപ്പം വിസിറ്റിംഗ് വിസക്കാണ് വന്നത്. മൾട്ടിപ്പിൾ വിസ എടുക്കാത്തത് കൊണ്ട് സിംഗിൾ വിസയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു 3 ദിവസത്തേക്കും കൂടെ അത് പുതുക്കാൻ പറ്റും. 3 ദിവസം ഇപ്പോൾ ഒറ്റ തവണ മാത്രമേ പുതുക്കാനും പറ്റുള്ളൂ. അങ്ങനെ എന്തൊക്കെയോ സൗദി എന്ന് വെച്ചാൽ അങ്ങനെയാണ്. പെട്ടെന്ന് ഇന്നത്തെ നിയമമായിരിക്കില്ല, നാളെ വേറെ നിയമമായിരിക്കും. നമ്മളെ നാട്ടിൽ നിൽക്കുമ്പോൾ വിചാരിക്കും മറ്റേ നാടാണ് നല്ലത് എന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഓരോ നാടിനും അതിൻ്റേതായ മഹത്വങ്ങളും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ വേറെ നാട്ടിൽ വന്ന് നിൽക്കുമ്പം അത് നമുക്ക് വേറൊരു നാട് തന്നെയാണ്. പിന്നെ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ കിട്ടുന്നൊരു സന്തോഷവും സമാധാനവും അത് വേറെ തന്നെയാണ്.
മക്കളും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആ ജീവിതമാണ് ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രഷ്യസ് മൊമെൻറ്റ്. നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു മൊമെൻറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ഹസ്ബൻഡോടുള്ള ആ ഒരു ജീവിതം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി വീഡിയോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബായ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.